സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികകളിലേക്ക് PSC നടത്തിയ പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ വിഷയത്തിൽ നിർണായക ഇടപെടലുമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. നിയമനങ്ങളിൽ സർക്കാരിനോടും PSCയോടും 3 ആഴ്ചക്കകം വിശദീകരണം നൽകാനാണ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. ഇതോടെ ക്രമക്കേടുകളിൽ നിന്ന് തലയൂരാനുള്ള നടപടികൾ PSC ആരംഭിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങൾ ട്രൈബ്യൂണലിന്റെ അന്തിമ ഉത്തരവിന് വിധേയമായിരിക്കുമെന്ന് കാണിച്ച് 1ാം റാങ്കുകാർക്ക് PSC കത്തയച്ചു. PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷകളിലാണ് ചരിത്രത്തിലാദ്യമായി കേട്ടുകേൾവിയില്ലാത്ത അട്ടിമറി നടന്നത്. 2023 ജൂലൈ 13-നായിരുന്നു സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുവിവരണാത്മക പരീക്ഷ നടന്നത്. പേപ്പർ 1-ലെ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഓൺ സ്ക്രീൻ മാർക്കിംഗിൽ അപ്പാടെ ഒഴിവാക്കി. തുടർന്ന് 2025 മെയ് 31-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യ റാങ്കുകൾ ലഭിച്ചതാകട്ടെ KGOA ഉൾപ്പെടെയുള്ള ഇടത് അനുകൂല സംഘടനാ നേതാക്കൾക്കും. മുൻകാലങ്ങളിൽ ആസൂത്രണ ബോർഡിലെ ചീഫ് റാങ്ക് പട്ടികയ്ക്കൊപ്പം ഓരോ ഉദ്യോഗാർത്ഥിയുടെയും എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. മാർക്ക് ലിസ്റ്റ് പോലും പുറത്തുവിടാതെ 2025 ജൂൺ 23-ന് PSC തിടുക്കപ്പെട്ട് നിയമന ശുപാർശകൾ കൈമാറി. തൊട്ടുപിന്നാലെ പ്രതിമാസം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള 2 തസ്തികകളിലും ഇടത് സർക്കാർ നിയമനവും നടത്തി. പരീക്ഷയുടെ മാർക്കറിയാൻ ഉദ്യോഗാർത്ഥികൾ ഉത്തരക്കടലാസിനായി പണമടച്ച് അപേക്ഷ നൽകിയെങ്കിലും 1 വർഷമായി PSC അത് നൽകാൻ തയ്യാറായില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും തള്ളിയതോടെ ദുരൂഹത വർദ്ധിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രൊഫൈൽ വഴി PSC ഉത്തരക്കടലാസ് അപ്ലോഡ് ചെയ്ത് നൽകിയതോടെയാണ് മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേട് പുറത്തായത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ ആൻസർ ഷീറ്റിന്റെ കോപ്പി ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു 15 ദിവസത്തിനകത്ത് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇങ്ങനെ കൊടുക്കണ്ട എന്നുള്ളൊരു കാരണം ഇത് വന്നു കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മിക്കവാറും അവർ ഈ പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നതിനകത്ത് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തേക്ക് എന്റെ പ്രൊഫൈൽ മെസ്സേജിൽ SMS വന്നു, ഇങ്ങനെ നിങ്ങളുടെ റിക്വസ്റ്റ് ക്ലോസ് ചെയ്തു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ ഈ കോപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ചെയ്തിട്ടില്ല. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു 10 ക്വസ്റ്റ്യന്റെ ഇവാലുവേഷൻ നടന്നിട്ടില്ല. 8 കഴിഞ്ഞ് പിന്നെ 19 ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. ഇതോടെ തലയൂരാനുള്ള നീക്കത്തിലാണ് PSC. ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 1ാം റാങ്കുകാരൻ അരുൺ ജെ പ്രതാപിനും ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ 1ാം റാങ്കുകാരൻ S സജിമോനും PSC കത്തയച്ചു. ഇരുവരുടെയും ആസൂത്രണ ബോർഡിലെ നിയമനങ്ങൾ ട്രൈബ്യൂണലിന്റെ തുടർ ഉത്തരവുകൾക്ക് വിധേയമായിരിക്കുമെന്നാണ് കത്തിലെ ഉള്ളടക്കം. വിഷയം ചർച്ച ചെയ്യുന്നതിനായി PSC ചെയർമാന്റെയും കമ്മീഷൻ അംഗങ്ങളുടെയും നിർണായക യോഗം തിങ്കളാഴ്ച ചേരും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.